മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകളും മരിച്ചു. മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപം ചെക്ക് പോസ്റ്റിനടുത്ത് തമിഴ്നാട് അതിർത്തിയായ മുക്ക് റോഡിലാണ് സംഭവം. ജയേശ്വരി, മകൾ ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത്. ഷോളയാർ ഡാം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജ്ഞാനപ്രിയ. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. രാവിലെ പ്രദേശവാസികൾ എത്തിയപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു. രാജേശ്വരിയുടെ കൈ മണ്ണിന് മുകളിലേക്ക് നിന്നത് കണ്ടാണ് നാട്ടുകാർ ഇരുവരും മണ്ണിനടിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് മണ്ണ് നീക്കിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ. ചാലക്കുടി പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശങ്ങളിൽ നിന്നും എല്ലാവരോടും ക്യാമ്പിലേക്ക് മാറാൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിലെ 5 താലൂക്കുകളിലായി 41 ക്യാമ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. 159 കുടുംബങ്ങളിലെ 484 പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിലുള്ളത്. അതേസമയം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതോടെ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. വ്യോമസേന സുലൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് എയർലിഫ്റ്റിംഗിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മുണ്ടക്കൈയിൽ മാത്രം 100ഓളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത്. കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമുണ്ട്. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുക എന്ന ലക്ഷ്യവുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലെത്തി. ബംഗളൂരുവിൽ നിന്നും സംഘം എത്തിയതോടെ മേഖലയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും രക്ഷാദൗത്യത്തിലേക്ക് കടക്കാനും സാധിക്കും. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നതും മഴ തുടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് സൈനികരും കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയിലെ സൈനികരും മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. 200ഓളം സൈനികരാണ് സംഘത്തിലുള്ളത്. ഇതിൽ ആദ്യ സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. സമയം മുന്നോട്ട് പോകുന്തോറും ആശങ്ക വർദ്ധിക്കുകയാണ്. പകൽ വെളിച്ചം നിലയ്ക്കുന്നതോടെ രക്ഷാപ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലാകും. ഗുരുതരമായി പരിക്കേറ്റവരടക്കം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ അനുകൂലമായാൽ എയർലിഫ്റ്റിംഗിനും മേഖലയുമായി ബന്ധപ്പെടുന്നതിനും ബദൽ സംവിധാനങ്ങളും ഒരുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതേസമയം വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ കുടുങ്ങിയ ആളെ മണിക്കൂറുകൾക്ക് ശേഷം അതിസാഹസികമായി രക്ഷപ്പെടുത്തി. നേരത്തെ മണ്ണിൽ പുതഞ്ഞ് രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രക്ഷാപ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന് അരികിലേക്ക് എത്താൻ സാധിക്കാതെ പോയതാണ് പ്രശ്നമായത്. ഉരുൾപൊട്ടി കല്ലും മണ്ണുമെല്ലാം വീടുകളും മറ്റും തകർത്തുകൊണ്ട് ഒഴുകിയ സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ ആളെയാണ് രക്ഷപ്പെടുത്തിയത്. മലവെള്ളപ്പാച്ചിലിന്റെ ഒഴുക്ക് ഈ ഭാഗത്ത് കുറഞ്ഞിരുന്നുവെങ്കിലും ചെളിയിൽ ആഴ്ന്നു പോവുകയായിരുന്നു. മുട്ടോളം ചെളിയിൽ കുടുങ്ങി നിന്നയാളുടെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. രക്ഷപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ആദ്യം അടുത്തേക്കെത്താനായിരുന്നില്ല. കുടുങ്ങിയ ആൾ നിന്നിരുന്ന സ്ഥലത്തിന്റെ മറ്റിടങ്ങളിൽ ഒഴുക്കുമുണ്ടായിരുന്നെങ്കിലും അതിനെ അതിജീവിച്ച് രക്ഷാപ്രവർത്തകർ ആളുടെ അടുത്തെത്തി ചെളിയിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. മണിക്കൂറുകളുടെ ആശങ്കകൾക്കൊടുവിൽ ആളെ രക്ഷിക്കാൻ സാധിച്ചു. രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്ന വെള്ളം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ചെളിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തയാളെ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ചെളി അടിഞ്ഞുകൂടിയ സ്ഥലത്തിന് സമീപത്തെ മൺതിട്ടയിൽ സുരക്ഷിതമായി നിർത്തിയിരിക്കുകയാണ്. കരയിലേക്ക് എത്തിക്കാനാണ് ശ്രമം. മുണ്ടക്കൈ UP സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇയാളെ മണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. മണ്ണിൽ കുടുങ്ങിയ ആളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളുടെ അടുത്തെത്തി ചെളിയിൽ നിന്ന് പുറത്തെടുത്തത്.